ഇടുക്കി ജില്ലയിൽ ഏറ്റവും പുരോഗതി കൈവരിച്ച പട്ടണമെന്ന ഖ്യാതി തൊടുപുഴയ്ക്കുണ്ട്. പക്ഷേ പുഴ മുറിച്ചു കടക്കാൻ ഇപ്പോഴും കടത്തുവള്ളത്തെ ആശ്രയിക്കുന്നവരുണ്ട് ഇവിടെ. 2018 പ്രളയത്തിലാണ് തൊടുപുഴയാറിന് കുറുകെ ഉണ്ടായിരുന്ന കമ്പിപ്പാലം തകർന്നത്. 7 വർഷം കഴിഞ്ഞിട്ടും തകർന്ന പാലത്തിന് പകരം പുതിയത് നിർമ്മിച്ചിട്ടില്ല. വിവിധ മേഖലകളിൽ നിന്ന് ഈ ആവശ്യം ഉയർന്നിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ആരോപണം. ഒരു നാടിന്റെ യാത്രാ സൗകര്യത്തിന് വീണ ഫുൾ സ്റ്റോപ്പാണ് ഇത്. ഇതിനപ്പുറത്തേക്ക് ആളുകൾ യാത്ര ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടാണ് ഇനി കാണാൻ പോകുന്നത്. തൊടുപുഴ ഒളമറ്റത്ത് പുഴയ്ക്കു കുറുകെ ഉണ്ടായിരുന്ന കമ്പിപ്പാലം നിരവധി ജനങ്ങളുടെ യാത്രാക്ലേശങ്ങൾ അകറ്റിയിരുന്നു. ഒളമറ്റം പ്രദേശത്തെയും ഇടവെട്ടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തെക്കും ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന പാലമായിരുന്നു അത്. അന്ന് പ്രളയത്തിൽ ഇല്ലാതായത് ബസ് റൂട്ട് കുറവുള്ള തെക്കും ഭാഗത്തെ വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി പേരുടെ ആശ്രയമായിരുന്നു. രോഗികളും പ്രായമായവരും ഉൾപ്പെടെ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് കിലോമീറ്റർ ചുറ്റിയാണ്. 2018 പ്രളയത്തിന് ഈ കമ്പിപ്പാലം നശിച്ച ശേഷം ഈ കാഞ്ഞിരമറ്റം 24-ാം വാർഡിൻ്റെ ഏകദേശം പകുതി ഭാഗവും തെക്കമ്പാവം പഞ്ചായത്തിലെ മലങ്കര കനാൽ പാലത്തിൻ്റെ അവിടം വരെയുള്ള ഭാഗവും ഈ പ്രദേശത്തുള്ളവരാണ് ഈ കമ്പിപ്പാലത്തിൻ്റെ പ്രധാന ഗുണഭോക്താക്കളായിരുന്നത്. ദൗർഭാഗ്യവശാൽ ഇതിൻ്റെ അപ്പുറ സൈഡിൽ ഇടപെട്ടി പഞ്ചായത്ത് വരുന്ന ഭാഗത്ത് യാതൊരുവിധ വാഹന സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. ബസ് സൗകര്യമില്ല, ഒരു ഓട്ടോറിക്ഷ കിട്ടാനില്ല, യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത അവസ്ഥ ഈ അപ്പുറ ഭാഗത്തുണ്ട്. അവരെല്ലാവരും ഈ കമ്പിപ്പാലത്തെ ആശ്രയിച്ച് മാത്രമായിരുന്നു സ്കൂളുകളിൽ പോവുക, തൊഴിലാളികൾ ജോലിക്ക് പോകുന്നത്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ഈ കമ്പി. ഇത് എത്രയും പെട്ടെന്ന് ഇത് പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് ചെയ്യാവുന്ന ഏറ്റവും നീതിപൂർവമായിട്ടുള്ള കാര്യമായിരിക്കും. സ്വകാര്യ വ്യക്തി നടത്തുന്ന കടത്തുവെള്ളമാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. എന്നാൽ മഴക്കാലത്ത് തോണിയാത്ര അപകട ഭീഷണി ഉയർത്തും. മഴക്കാലത്തും മലങ്കര ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിടുമ്പോഴും ഉണ്ടാകുന്ന ശക്തമായ ഒഴുക്കിൽ തോണി തുഴയുന്നത് വലിയ പ്രയാസമാണ്. ഈ വെള്ളമില്ലാതെ ഞങ്ങൾ എന്നാ ചെയ്താനെ? പഞ്ചായത്തുകാരോടൊക്കെ പറഞ്ഞു മടുത്തു കൊടുക്കണം. ഇവിടെയുള്ള മനുഷ്യർ ഒരു സഹകരണം ഇല്ലാത്ത മനുഷ്യരാണ് കൊച്ചവിടെയുള്ളത്. ഇത് 18 പോയതാണ്. ഈ പഞ്ചായത്തുകാരൊക്കെ നോക്കുവാണെങ്കിൽ ഇതിവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾ ഒരു പാവപ്പെട്ട ഒരു പെങ്കൊച്ച് പണിയാൻ പോയി കഴിഞ്ഞാൽ 100-300 രൂപ വീട്ടിൽ കഴിഞ്ഞാൽ അതിൽ നിന്ന് വള്ളക്കൂലിയും വണ്ടിക്കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ അതുങ്ങൾക്ക് എന്തുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ? അത് ഈ നാട്ടിലുള്ള മനുഷ്യരെല്ലാവരും ഒന്നിച്ച് നിന്നാലേ കാര്യങ്ങളൊക്കെ. ഇത് ഒന്ന് നോക്കുമ്പോൾ ഒന്നും നോക്കൂല. ഇതൊക്കെ രാഷ്ട്രീയ കളിയാന്നേ. പ്രളയത്തിൽ തകർന്ന കമ്പിപ്പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് 30 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ നിർമ്മാണം നടത്തിയില്ല. 100 കണക്കിന് കുടുംബങ്ങളുടെ യാത്രാക്ലേശം അകറ്റുന്നതിന് പുഴയ്ക്കു കുറുകെ പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ നഗരമായ തൊടുപുഴ അതൊരു മുനിസിപ്പാലിറ്റിയാണ്. ആ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭാഗവും ഇടവെട്ടി പഞ്ചായത്തിൻ്റെ മറ്റൊരു ഭാഗവും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന കമ്പി പാലമാണ് 2018 തകർന്നു പോയത്. അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കാണ് നാണക്കേട്, ആർക്കാണ് മാനക്കേട് എന്നുള്ളത് അന്വേഷിക്കുക, മനസ്സിലാക്കുക. അതിനെത്രയും പെട്ടെന്നൊരു പരിഹാരം കാണുകയും ചെയ്യണം. നിഖിൽ നിളയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഗൃഹാതുരമായ ഓർമ്മയൊക്കെ ഉണരുമെങ്കിലും പക്ഷേ ഈ മഴക്കാലത്ത് കടത്തുവള്ളം ഉപയോഗിച്ചുള്ള യാത്ര എത്ര അപകടം പിടിച്ചതാണെന്ന് നമുക്ക് ആശങ്ക തോന്നുന്നുണ്ട്. ശക്തമായ ഒഴുക്കിൽ തോണി തൊഴിഞ്ഞ് മറുകര എത്തുക എന്നത് അസാധ്യമാണ്. ഇതിന് എപ്പോൾ പരിഹാരമാകുമെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. നോക്കാം ചില കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. പാലം ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങളിവിടെ അക്കരെ 100-200 കുടുംബക്കാരുണ്ട്, പാവങ്ങൾ. ഇതിത്ര 2018 പോയതാണ്. ഇതുവരെ ഒരു മഞ്ചേരി ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇത് ഒടിഞ്ഞു പറഞ്ഞ് കിടക്കുന്നതെല്ലാം വാരിക്കൂട്ടി കരക്കിയിട്ടിട്ടുണ്ട്. വേറെ പഞ്ചായത്തിൽ നിന്നോ പൊതുതിരിൽ നിന്നോ ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ വണ്ടി വിളിച്ച് 5-8 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇങ്ങോട്ടുള്ള യാത്ര ഈ വള്ളമാണ് ഞങ്ങൾക്കിപ്പോൾ ആശ്രയം. അതുകൊണ്ട് യാത്ര ഭയങ്കര ബുദ്ധിമുട്ടാണ്. വർഷമായി കഴിഞ്ഞാൽ വെള്ളം കൂടിക്കഴിയുന്ന സമയത്ത് യാത്ര ഭയങ്കര ദുരിതമാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും. പിന്നെ ഈ വെള്ളം പോയി കഴിയുമ്പോഴത്തേക്കും
ഇച്ചിരി പാടാണ്. ചിലപ്പോൾ ഈ വെള്ളമൊക്കെ താഴെ പോയിട്ട് തന്നെ ഇവർക്ക് അതിൻ്റേതായ വെള്ളമുണ്ട്. അവർ അപകടം കൂടാതെ കുറച്ച് കയറ്റി മുകളിൽ കൊണ്ട് വിടും. അതിന് കാറ്റ് വരും. ഈ കാറ്റ് വരുമ്പോൾ വെള്ളം താഴോട്ട് പോകും. ഇങ്ങനെ പോണത് നേരെ താഴോട്ട് പോകും. അവർ പിടിച്ച് നിൽക്കും വെള്ളം. ഇതൊന്നും അല്ല, വെള്ളം വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ കയറി നിൽക്കാൻ നടക്കാനൊക്കെ പേടിയാവും. എന്നാ ചെയ്യണം? അപ്പം ഞങ്ങൾ 5-8 കിലോമീറ്റർ അതിലെ വളച്ചു ചുറ്റി പോകേണ്ട വരും. ചേച്ചി പറഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇരുകര മുത്തി വെള്ളം വന്ന് വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് തന്നെ ആശ്രയം, വേറെ മാർഗമൊന്നുമില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാലും വലിയ ബുദ്ധിമുട്ടാണ് തൊടുപുഴയിലെ ആ നാട്ടുകാർ അനുഭവിക്കുന്നത്. 7 വർഷമായി, ഇത്ര കാലമായിട്ട് എന്തുകൊണ്ടൊരു പാലം നിർമ്മിച്ചു കൊടുത്തില്ല പകരമായി എന്ന ചോദ്യം അങ്ങനെ നിൽക്കുകയാണ്. അതിനുത്തരം പറയേണ്ടവർ ഇനിയെങ്കിലും നടപടിയെടുക്കണം. ഉത്തരമല്ല, നടപടിയാണ് വേണ്ടത്.